ജ്ഞാനായ സഹായ മെത്രാന്മാർ സമുദായത്തിന്റെ ദേവാലയങ്ങളിൽ എട്ടുനോമ്പിനോട് ചേർന്ന് വിശുദ്ധ ബലി അർപ്പിക്കുവാൻ വരുന്നുണ്ട്. അവരെ സൂക്ഷിക്കണമെന്നാണ് ജ്ഞാനായ സമുദായക്കാർ മുന്നറിയിപ്പ് നൽകുന്നത്. ജ്ഞാനായ സമുദായ മെത്രോപൊലീത്തായെ ഹീനമാം വിധത്തിൽ അധിക്ഷേപിച്ച യോഗത്തിന് അധ്യക്ഷനായിരുന്ന ഈവാനിയോസ് മെത്രാനും വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ പള്ളികളിൽ കടന്നു വരുമ്പോൾ യാതൊരു ഉളുപ്പുമില്ല. ഇപ്പോൾ ഗ്രിഗോറിയോസ് തിരുമേനി വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടാണ് പിറ്റേ ദിവസം കിങ്കരന്മാരെ കൊണ്ട് അസോസിയേഷനിൽ സമാധാനം വിളമ്പിയത്. കാനഡ ടൊറോന്റോ പള്ളിയിൽ സേവേറിയോസ് തിരുമനയോടൊപ്പം ചേർന്ന് കൂദാശ നിർവഹിക്കാൻ പറ്റില്ലെന്നുള്ള ഒറ്റ കാരണം പറഞ്ഞ് സിൽവാനിയോസ് മെത്രാൻ കൂദാശ തടയാൻ കൽപ്പന ഇറക്കുന്നു. ജനങ്ങൾ അവരുടെ അധ്വാനത്തിന്റെ ഫലത്തിൽ നിന്ന് പടുത്തുയർത്തിയ ദേവാലയങ്ങൾ പൊളിറ്റിക്സ് കളിക്കാനായി ഉപയോഗിക്കുന്ന മെത്രാന്മാർ എന്നിട്ട് സമാധാനം അണികളെ കൊണ്ട് വിളമ്പിക്കുന്നു. കോടതി വ്യവഹാരങ്ങളിലൂടെ ജീവിക്കുന്ന ഈ സഹായ മെത്രാന്മാർ വിശുദ്ധ ബലിയർപ്പിക്കുവാൻ ബലിപീഠത്തെ സമീപിക്കുമ്പോൾ വിശുദ്ധ കുർബാന പോലും ഒരു നാടകമായി മാറുകയാണ്. സമുദായ സെക്രട്ടറി ടി.ഒ. എബ്രഹാം തോട്ടത്തിലിന്റെ വാക്കുകൾ കേൾക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ അസോസിയേഷനിലൂടെ ഒരു തീരുമാനമെടുത്തായിരുന്നു. ജ്ഞാനായ സമുദായത്തിലെ വിഷയങ്ങൾ പറഞ്ഞു തീർക്കുവാനായിട്ട് അന്ന് ജ്ഞാനായ സമുദായത്തിലെ മാനേജിംഗ് കമ്മിറ്റിയെയും വൈദിക കൗൺസിലിനെയും ഒക്കെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ ആ കാര്യം ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരുന്നു. ആ കാര്യം ഇവിടെ പറയാതെ ഇരിക്കുവാൻ നിവൃത്തിയില്ലല്ലോ. അതിനുശേഷമുണ്ടായ സമാധാനം അല്ലെങ്കിൽ സമുദായത്തിലെ വിഷയങ്ങൾ ചർച്ച ചെയ്ത് തീർക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമങ്ങൾ എന്ന രീതിയിൽ ഇപ്പോഴത്തെ കാതോലിക്ക ബാവ ഞങ്ങളെ ക്ഷണിക്കുകയും ഒരു 4 പേര് നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ജ്ഞാനായ സമുദായത്തിന്റെ അസോസിയേഷൻ പ്രസിഡന്റ്, അസോസിയേഷൻ സെക്രട്ടറി, അൽമായ ട്രസ്റ്റി, ഒരു അഡ്വക്കേറ്റ് മറ്റാരുമല്ല, സന്ദീപ് അസോസിയേഷൻ മെമ്പറാണ്, താമരപ്പള്ളി. ഇങ്ങനെ 4 പേരെ ഞങ്ങൾ എറണാകുളത്ത് കാതോലിക്ക ബാവായുടെ സന്നിധിയിൽ പോയി. അദ്ദേഹം ക്ഷണിച്ചതനുസരിച്ചാണ് പോയത്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഭരണഘടന ഉൾപ്പെടെ അസോസിയേഷന്റെ തീരുമാനങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തെ എല്ലാം ബോധ്യപ്പെടുത്തി. ഞങ്ങളോട് പറഞ്ഞു ഞാനിതെല്ലാം പഠിച്ചിട്ട് വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞു. വീണ്ടും ഞങ്ങളെ ഒരു 3 ആഴ്ച 4 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചു. ഞങ്ങൾ ചെന്ന് നമ്മുടെ വിഷയങ്ങളെല്ലാം ഇവിടെ ജ്ഞാനായ അസോസിയേഷൻ വേണം, എല്ലാ മെത്രാച്ചന്മാർക്കും അധികാര അവകാശങ്ങൾ കൊടുക്കുവാൻ. ആ ജ്ഞാനായ അസോസിയേഷനാണ് അവരെ തെരഞ്ഞെടുത്തത്. ഭരണഘടന പ്രകാരം അതിനകത്ത് 82ാമത്തെ ക്ലോസിൽ പറയുന്നുണ്ട്, ജ്ഞാനായ അസോസിയേഷന്റെ ആലോചനയോടുകൂടി സമുദായ മെത്രാപ്പോലീത്ത കൊടുക്കും എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം രണ്ടാമത് ചെന്നപ്പം വിശദമായിട്ട് ഞങ്ങൾ പറഞ്ഞു, ഇവിടെ അസോസിയേഷൻ തീരുമാനിച്ചാൽ യാതൊരു വിഷയവുമില്ല, നമുക്ക് എന്ത് അധികാരാവകാശങ്ങളും മാറ്റുന്നതിനോ മറിക്കുന്നതിനോ ഒക്കെയുള്ള ഞങ്ങളുടെ ബോഡി എന്ന് പറയുന്ന ജ്ഞാനായ അസോസിയേഷനാണ്. അത് സുപ്രീം കോടതി അനുവദിച്ചു തന്നതാണ്. അതിൽ വെച്ചുള്ള തീരുമാനമനുസരിച്ച് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അത് അദ്ദേഹം അന്ന് പറഞ്ഞു പാത്രികീസ് ബാവായുടെ ഒരിക്കൽ പോകുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം അവിടെ അറിയിക്കാം എന്ന് പറഞ്ഞതനുസരിച്ച് പാത്രികീസ് ബാവായുടെ ഒരിക്കൽ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ വന്നു കഴിഞ്ഞതിന് ശേഷം സമുദായ മെത്രാപ്പോലീത്തായും കൂടെ ഞങ്ങൾ കൊണ്ടുപോയി. സമുദായ മെത്രാപ്പോലീത്തായും അസോസിയേഷൻ പ്രസിഡന്റ് എളേശ്വരലച്ചനും ട്രസ്റ്റി ടി.സി. തോമസും സന്ദീപും ഞാനും കൂടി ഞങ്ങൾ ഈ പ്രാവശ്യം പോയപ്പോൾ 5 പേരാണ് പോയത്, മെത്രാപ്പൊലീത്ത അടക്കം. അവിടെ പോയി ഏകദേശം അവിടെ വേറെ ഒരു മെത്രാച്ചനും ഉണ്ടായിരുന്നു, അവിടുത്തെ യാക്കോബായ സഭയിലെ തേവോലോസ് തിരുമേനി ഉണ്ടായിരുന്നു. വളരെ ദീർഘമായിട്ട് സംസാരിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. അപ്പം നമ്മളോടിപ്പോൾ ഒടുവിൽ അത് കഴിഞ്ഞതിന് ശേഷവും പോയിട്ട് വന്നിട്ടും പല പ്രാവശ്യം വിളിച്ചു. അപ്പോൾ ഒടുവിൽ അതിന്റെ ചുരുക്കം പറഞ്ഞാൽ, ഒരു എത്ര മണിക്കൂറുകൾ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്ന എല്ലാം കൂടെ പറയാൻ സമയമെടുക്കാത്തതുകൊണ്ട് ചുരുക്കം പറഞ്ഞാൽ ഇപ്പൊ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്, ജ്ഞാനായ സമുദായ മെത്രാപ്പൊലീത്ത പാത്രികീസ് ബാവായുടെ കൽപ്പന അംഗീകരിച്ച് മാറി നിന്നിട്ട് പിന്നെ അല്ലെങ്കിൽ ഇവിടെ മാറി നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഷീമയിൽ പോയി അദ്ദേഹം താമസിക്കട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് സഹായമെത്രാന്മാർ അവിടെ ചെല്ലട്ടെ, 2-3 ആഴ്ച കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുക. എന്നിട്ട് ഇവിടുന്ന് ഞാൻ പറയട്ടെ പറഞ്ഞ കാര്യം പറയണ്ടേ. അപ്പൊ അവിടെ ചെന്നിട്ട് 2-3 ആഴ്ച അവിടെ താമസിച്ചിട്ട് ഇവിടുന്ന്
സഹായമെത്രാച്ചന്മാർ അവിടെ ചെല്ലുക. അത് കഴിഞ്ഞിട്ട് അന്മേനികളൂടെ രണ്ടു ഭാഗത്തു നിന്നുള്ള ഇവിടെ ഔദ്യോഗിക അന്മേനികൾ ചെല്ലുക. അവിടുത്തെ അന്മേനികൾ എന്ന് പറയുന്നുണ്ടെ ഭാരവാഹികൾ എന്നുള്ള രീതിയിൽ അപ്പുറത്തെ ഭാഗത്തു നിന്നും അന്മേനികൾ വരട്ടെ. പാത്രികീസ് ബാവയുടെ മധ്യസ്ഥതയിൽ തീർക്കാം എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, വ്യക്തിപരമായിട്ട് ആരോടും നമുക്ക് ഇതിനകത്ത് ഇത് വ്യക്തിയുടെ കാര്യമല്ല, എന്നെയാണ് നേരിട്ട് വിളിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, അത് ജ്ഞാനായ കമ്മിറ്റി ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ, എനിക്കിതിനെ മറുപടി യാതൊന്നും പറയാനില്ല, ഞാൻ പറയത്തില്ല. ജ്ഞാനായ കമ്മിറ്റി കൂടി കമ്മിറ്റിയുടെ തീരുമാനം അറിയിക്കണം. അതുപോലെ തന്നെ 29-ാം തീയതി ജ്ഞാനായ അസോസിയേഷനുണ്ട്. ആ അസോസിയേഷനിൽ ഈ കാര്യം ഞാൻ പറയാമെന്ന് ഞാൻ കാതോലിക്ക ബാബായോട് പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ കമ്മിറ്റി കൂടി. കമ്മിറ്റിയിലെ ഐക്യകണ്ഠ്യേനെ അങ്ങനെ അവിടെ പോവുകയോ അല്ലെങ്കിൽ മാറി നിന്നിട്ട് ഒരു തീരുമാനം, ഒരു സെറ്റിൽമെന്റ്, മാറി നിന്നിട്ട് സെറ്റിൽമെന്റ് വേണ്ടെന്നാണ് കമ്മിറ്റി പാസ്സാക്കിയത്. പിന്നെ ഞങ്ങളിപ്പോൾ അത് വീണ്ടും അസോസിയേഷനിൽ വിടുന്നു. നിങ്ങളുടെ അഭിപ്രായം പറയുക. മൈക്ക്. സമുദായത്തിന്റെ ലക്ഷക്കണക്കിന് രൂപ ഇവർ മുഖാന്തരം നഷ്ടപ്പെടുന്നു. വീണ്ടും വീണ്ടും ഈ സഹായമെത്രാന്മാരെ പള്ളികളിൽ വിളിച്ചു കയറ്റാൻ വെമ്പൽ കൊള്ളുന്ന നല്ല പിള്ള ചമയുന്നവരും ഇവരെ കൊഴുത്തു വളരാൻ പ്രോത്സാഹിപ്പിക്കുന്നവരുമായ നാനായ സമുദായ അംഗങ്ങൾ വിഡ്ഢികളാണ്. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുവാൻ പരാജയപ്പെട്ട ഇവർ അസഹിഷ്ണുതയുടെയും അസമാധാനത്തിന്റെയും പാതയിലൂടെ കടന്നു വന്ന കുർബാന ചൊല്ലുമ്പോൾ ആർക്ക് എന്ത് പ്രയോജനം? ദൈവം ആ കുർബാന സ്വീകരിക്കുമോ? പള്ളിക്കാര് കൊടുക്കുന്ന കവറും പോക്കറ്റിലിട്ട് വീണ്ടും അടുത്ത വക്കീൽ ഓഫീസിലേക്ക് അടുത്ത വ്യവഹാരത്തിന് തുടക്കം കുറിക്കുവാൻ സഹായമെത്രാന്മാർ ഓടുകയാണ്. ഇവരെ തീറ്റിപ്പോറ്റുന്ന സമുദായ മക്കൾക്കല്ല, നാനായ സമുദായത്തിന് അയ്യോ കഷ്ടം.